നമസ്കാരം. പാരഗണിന്റെ ചെരുപ്പ് ഗോഡൌണിന് തീപിടിച്ചു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. തീ കൂടുതൽ പടരാതിരിക്കാനുള്ള പരിശ്രമത്തിലാണ് അഗ്നിശമന സേന. ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുള്ള ഭാഗത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീ മറ്റു കെട്ടിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമമാണ് അഗ്നിശമന സേനാ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്ന പ്രദേശവുമാണ്. അതിനാൽ തന്നെ തീ പടരാതിരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും ഫയർഫോഴ്സും. ഷോർട്ട് സർക്യൂട്ടാകാം അഗ്നിബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കെട്ടിടത്തിനുള്ളിൽ ആരും തന്നെ ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തീ പടർന്ന സമയത്ത് തന്നെ ഉള്ളിലുണ്ടായിരുന്ന ആൾക്കാരെയെല്ലാം പുറത്തേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. അഗ്നിബാധയുണ്ടായ കെട്ടിടത്തിന് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്നും ആളുകളെയെല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട്. അഗ്നിശമന സേന അടുത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നാണ് ഈ പാരഗണിന്റെ ഈ ഗോഡൌണിലുള്ള തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കെട്ടിടത്തിനുള്ളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് മുഴുവൻ തീപിടിച്ചത് തീ അണയ്ക്കുന്നതിന് ഫയർഫോഴ്സിന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കെട്ടിടത്തിൽ നിന്നും വലിയ രീതിയിൽ പുകയും തീനാളങ്ങളും പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നും തീ പടരാൻ സാധ്യതയുള്ള സാമഗ്രികളും മാറ്റി തുടങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂറോളം പരിശ്രമിച്ചിട്ടും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ചെരുപ്പും മറ്റുമാണ് കത്തുന്നത് എന്നതിനാൽ കനത്ത പുകയാണ് പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നത്. പ്രവൃത്തി ദിവസമായതിനാൽ സമീപത്തെ കെട്ടിടങ്ങളിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ കെട്ടിടങ്ങളിൽ നിന്നെല്ലാം ആളുകളെ പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷന് സമീപമായതിനാൽ വൻ ജനത്തിരക്കുള്ള മേഖലയാണ് തീപിടുത്തമുണ്ടായിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെ 4 യൂണിറ്റുകളാണ് തീയണയ്ക്കാൻ ശ്രമിക്കുന്നത്. 6 നിലയുള്ള കെട്ടിടത്തിന്റെ 2ാം നിലയ്ക്ക് മുകളിലാണ് തീ പടർന്നിട്ടുള്ളത്. ഷീറ്റ് ഉപയോഗിച്ച് വശങ്ങൾ മറച്ച നിലയിലുള്ള കെട്ടിടമായതിനാൽ അകത്ത് പ്ലാസ്റ്റിക്കും ചെരുപ്പും മറ്റുമുള്ള ഉൽപ്പന്നങ്ങൾ അതിശക്തമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരുമോ എന്ന ആശങ്കയും ഇല്ലാതില്ല. 1 മണിക്കൂറോളം ശ്രമിച്ചിട്ടും തീ നിയന്ത്രണ വിധേയം ആയിട്ടില്ല. ചെരുപ്പും മറ്റുമാണ് കത്തുന്നത് എന്നതിനാൽ കനത്ത പുകയാണ് പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നത്. ബഹുനില കെട്ടിടമായതിനാലും കാറ്റുള്ളതിനാലും തീ ആളിപ്പടരുകയാണ്. ആളപായമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ ഫയർഫോഴ്സിന്റെ സഹായം തേടിയിട്ടുണ്ട്. തീ കെടുത്താൻ അകത്തേക്ക് കടക്കാൻ അഗ്നിശമന സേനയ്ക്ക് സൗകര്യമില്ലാത്തത് വലിയ തടസ്സമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സമീപത്തെ കെട്ടിടത്തിൽ കയറിയാണ് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നാകാം തീ താഴേക്ക് പടർന്നതെന്നാണ് സംശയിക്കുന്നത്. കെട്ടിട ഭാഗങ്ങളും കത്തുന്ന വസ്തുക്കളും ഇടയ്ക്കിടെ താഴേക്ക് അടർന്നു വീഴുന്നുമുണ്ട്. ഇതും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ടിൻ ഷീറ്റ് ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ വശങ്ങൾ മറച്ചിരിക്കുകയാണ്. കൂടുതലും റബ്ബർ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഗോഡൌണിലുള്ളത്. ഇവയിലേക്ക് തീ എളുപ്പം പടർന്നു പിടിക്കുമെന്നതിനാൽ തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ നിലകളിലും ഇതോടെ തീപിടുത്തമുണ്ടായതിന് പിന്നാലെ അതിവേഗം തീ പടരുകയായിരുന്നു. താഴത്തെ നിലയൊഴികെ എല്ലാ നിലകളും നിന്ന് കത്തുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.